വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 18 തീയതി ഫെബ്രുവരി വെനസ്ഡേ ആണ്. ഇന്നത്തെ ഫോറക്സ് മാർക്കറ്റിൽ XIUSDയുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ഇന്നത്തെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ഗോൾഡിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് സെല്ലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമ്മൾ ഇന്നലെ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് മാർക്കറ്റ് 4840 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം ഏറ്റവും ലോ ആയിട്ടുള്ള പ്രൈസ് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിലും മാർക്കറ്റിന്റെ ഡയറക്ഷൻ സെൽ തന്നെയായിരുന്നു. 4853-54 റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു അപ്സൈഡ് ആണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ്, അതായത് ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് നിലവിൽ സെല്ലാണ്. അതായത് ബൈ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ഇതുവരെയും ഹയർ ടൈം ഫ്രെയിമുകളിൽ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിലവിൽ സെല്ല് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബൈ പോകുന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ വലിയ റിജക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിൽ നിൽക്കുകയും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുകയും ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ചിലപ്പോൾ അതായത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു ലോസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ്, അതായത് മാർക്കറ്റിന്റെ ഒരു ഹൈ റേറ്റ് എന്ന് പറയുന്നത് 4921 വരെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. 4919-21 എന്ന് പറയുന്നത് വളരെ വലിയൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ നിന്നൊരു റിജക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ, അതായത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം മോർണിംഗ് ഒരു 9 o'clock വരെയുള്ള ഒരു മൂവ്മെന്റിന്റെ ബേസിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ഡേ മുഴുവൻ നമുക്ക് എന്താ പറയാ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അനാലിസിസ് കൂടിയാണ്. അപ്പൊ 4921 നിന്ന് മാർക്കറ്റ് ചെറിയൊരു 4918 വരെ ചെറിയൊരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു 4909 അല്ലെങ്കിൽ 4900 വരെയൊക്കെയുള്ള അല്ലെങ്കിൽ 4896 വരെയൊക്കെ ഒരു റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഒരു ബൈയിലാണ്. അപ്പൊ ഇന്ന് കൂടുതൽ ഒരു ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി നല്ലത്. അപ്പം വലിയൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4900 തൊട്ട് 4908-12 ആ ഒരു റേഞ്ച് ഒക്കെ നമുക്ക് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലേയും താഴേക്ക് വരികയാണെങ്കിൽ 4892, 4888 ഈ റേഞ്ചുകളൊക്കെ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്നും ബൈ പ്ലേസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 4888 ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ 4878, 74, 68 റേഞ്ചുകളൊക്കെ നമുക്ക് സപ്പോർട്ട് ഏരിയ ആണ്. 4858 ആണ് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇന്ന് നിലവിലുള്ളത്. പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ അത്രയും വലിയൊരു റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇന്നൊരു ഹ്യൂജ് സെല്ല് വരുന്നുണ്ടെങ്കിലും അത് ഈവനിങ്ങിലാകാനാണ് കൂടുതൽ ചാൻസസ് ഉള്ളത്. കാരണം നിലവിലത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്, അതായത് ഡയറക്ഷൻ ബൈയിലേക്കാണ് ഉള്ളത്. അപ്പൊ 4921 നിന്ന് വലിയൊരു റിജക്ഷൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് 4921 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അവിടുന്ന് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ 4938, 40, 44 ലെവലിലേക്ക് മാർക്കറ്റ് പോകും. അവിടെ നിന്ന് 44, 46, 48 റേഞ്ച്, അതായത് 38 തൊട്ട് ഒരു 48 റേഞ്ചിനുള്ളിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് റിജക്ഷൻ വലുതായിട്ടൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ 4958, 68, 78 ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ മാർക്കറ്റ് കയറി നിൽക്കുകയാണെങ്കിൽ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ഓൾമോസ്റ്റ് ഒരു ബൈയിലേക്ക് മാറാനുള്ള സാധ്യത, അതായത് സെൽ ട്രെൻഡ് മാറി ഓവറോൾ ഒരു മാർക്കറ്റ് ട്രെൻഡ് ബൈയിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിലവിലത്തെ ഒരു ഇത് വെച്ചിട്ട്, അതായത് സെല്ല് നമുക്ക് കൂടുതൽ ഒരു സ്കാൽപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യാം, ബൈ നമുക്ക് കൂടുതൽ ഒരു പ്രോഫിറ്റ്, അതായത് കുറച്ച് ലോങ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് കൂടുതൽ, അതായത് ഒരു ഡേ ടൈമിൽ
കൂടുതൽ സ്യൂട്ടബിൾ ആകുക ബൈ ആയിരിക്കും. പിന്നെ 5:30 ന്യൂ ഇയർ സെഷൻ എന്ന് പറയുന്നത് ന്യൂസ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മാർക്കറ്റിന്റെ കണ്ടീഷൻസ് കംപ്ലീറ്റ്ലി മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 9 വരെയുള്ള മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രൈസുകളും കാര്യങ്ങളും നോക്കി നമ്മൾ ഏതൊരു സെഷനിലാണോ അല്ല നമ്മൾ ഏത് ടൈമിലാണോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ചാർട്ടിന്റെ മൂവ്മെന്റ്സ് നോക്കിയിട്ട് മാത്രം നമ്മൾ കറക്റ്റ് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രൈസ് പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ വലിയ ലോസുകളൊന്നും ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ ഗോൾഡിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നിലവിൽ നമ്മൾ ബൈ കൊടുത്ത നല്ല പ്രോഫിറ്റിലേക്കാണ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിന്റെ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്